ബസന്ത്, വളരെ കാലമായി ഈ അന്താരാഷ്ട്ര ഫണ്ടുകൾ ഉപയോഗിച്ച് ഭീകര കേന്ദ്രങ്ങൾ ഉണ്ടാക്കി അവയെ വളർത്തുകയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം. പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരുന്നതും അത് തന്നെയാണ്. ആഭ്യന്തരമായ ഒരു വളർച്ചയുടെയും ഭാഗമായി യാതൊന്നും പാകിസ്ഥാൻ പ്രവർത്തിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ. പല മേഖലകളും താറുമാറായി കിടക്കുമ്പോൾ, അരക്ഷിതാവസ്ഥയിലൂടെ രാജ്യം കടന്നു പോകുമ്പോഴും ഒരേ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഭീകരരെ വളർത്തിയെടുക്കുന്നതിൽ മാത്രമായിരുന്നു. അതിന് ഇന്ത്യ കൊടുത്തൊരു തിരിച്ചടിയാണത്. ഇതൊരു തുടക്കം മാത്രമായിരിക്കും എന്ന് നമുക്ക് കരുതാം. അല്ല, ഇതൊരു തുടക്കം മാത്രമാണെന്ന് സേന വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇനിയും തിരിച്ചടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. അതായത് പ്രത്യാക്രമണം ഇനിയും ഉണ്ടാകും എന്നുള്ള സൂചന തന്നെയാണ് നൽകുന്നത്. നേരത്തെ നമ്മൾ 9 കേന്ദ്രങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തായിരുന്നു. ഈ 9 കേന്ദ്രങ്ങളുമാണ് ഈ പ്രധാനമായും പാകിസ്ഥാനിലെ ഈ ഭീകര ഫാക്ടറികൾ എന്ന് പറയുന്നത്. ഭീകരരെ ഉണ്ടാക്കി ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുന്ന ഫാക്ടറികളാണ് ഇവയെല്ലാം തന്നെ. ഇത് പിന്നീട് അതിർത്തിയിലോ അല്ലെങ്കിൽ നിയന്ത്രണ രേഖയിലോ വന്നിട്ട് അവിടുത്തെ ലോഞ്ച് പാഡുകളിൽ ഇവരെ താമസിപ്പിക്കുക, അതായത് ഏതെങ്കിലും ഒരു ഷെൽട്ടർ ഹൗസിൽ താമസിപ്പിച്ച് സമയത്ത് നോക്കിയതിന് ശേഷം നുഴഞ്ഞു കയറ്റി വിടുക എന്നുള്ളതാണ്. അതിന് കവർ ഫയർ കൊടുക്കുന്നത് പാകിസ്ഥാൻ്റെ സൈനികരാണ്. ബോർഡർ ആക്ഷൻ ടീം എന്ന് പറയുന്ന ബാറ്റ് എന്നറിയപ്പെടുന്ന സംഘമാണ് ഇതിനൊരു കവർ ഫയറിംഗ് കൊടുത്ത് ഇവരെ അതിർത്തിയിലേക്ക് കയറ്റിവിടുന്ന ഒരു സംവിധാനമുള്ളത്. ഇത് ഉണ്ടാക്കുന്ന കേന്ദ്രം അല്ലെ ഭീകര ഫാക്ടറികളെയാണ് ഇന്ത്യ തകർത്തിരിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ സുബാനല്ല മർക്കസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷണൽ ഹെഡ് ക്വാർട്ടേഴ്സാണ്. വിശാലമായ സ്ഥലത്ത് ഈ പറയുന്ന ഭീകരരെ താമസിപ്പിക്കുക, അവരെ ബ്രെയിൻ വാഷ് ചെയ്യുക, അവർക്ക് ജിഹാദിനെ കുറിച്ച് പഠിപ്പിക്കുക, എന്നിട്ട് അവരെ കയറ്റിവിടുക എന്നുള്ളതാണ്. ഈ നടപടിയാണ് ഇന്ത്യ ഇപ്പോൾ തകർത്തിരിക്കുന്നത്. അത് ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും ഈ ഭീകര ഫാക്ടറികളാണ് ഇന്ത്യ തകർത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിദേശത്ത് നിന്ന് കിട്ടുന്ന പണമൊക്കെ പാകിസ്ഥാൻ ജനതയുടെ സൗകര്യത്തിന് വേണ്ടി അവർ ചിലവാക്കിയതായിട്ട് ആരും കേട്ടിട്ടില്ല. 100 രൂപ ഇന്ത്യയിൽ പെട്രോളിന് വിലയുണ്ടെങ്കിൽ അവിടെ 300 രൂപയാണ് POKയിലൊക്കെ പെട്രോളിന് വില. ഭക്ഷണ സാധനങ്ങളുടെ ദൗർലഭ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇതുമടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഒരു പഹൽഗാമിൽ നടത്തിയ ഒരു ഭീകരാക്രമണം, അതിൻ്റെ പ്രത്യാക്രമണം ഒക്കെ നേരിടാനായിട്ട് ഇപ്പോൾ പാകിസ്ഥാന് വിധിയുണ്ടായിരിക്കുന്നത്. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വ്യാജ പ്രചരണങ്ങൾ പലതും നടത്തുന്നുണ്ട്. നിയന്ത്രണ രേഖയിൽ 130 ഇന്ത്യൻ സൈനികരെ വധിച്ചു, ശക്തമായ ഷെല്ലിംഗ് നടക്കുന്നു, അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ 3 വിമാനങ്ങൾ അടിച്ചിട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. ഇന്ത്യയുടെ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വരുത്തേണ്ടത് അല്പസമയത്തിന് ശേഷം നടക്കാൻ പോകുന്ന പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഭാഗമായി നടത്തുന്ന MEAയുടെയും സേനയുടെയും വാർത്താ സമ്മേളനത്തിൽ മാത്രമേ ഇക്കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചെടുത്തിരിക്കുന്നു. ഭീകര കേന്ദ്രങ്ങൾ തന്നെ ആക്രമിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ അതിർത്തി കടക്കാതെയാണ്, ഇന്ത്യൻ മണ്ണിൽ നിന്നാണ് ഈ പാക് ഭീകരതയെ ഇന്ത്യ തുടച്ചു നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഇന്ത്യ തൊടുത്ത മിസൈലുകൾ അവരുടെ ഭീകര കേന്ദ്രങ്ങളെ ചാരമാക്കി മാറ്റി എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം. ഏതെങ്കിലും വിദേശ രാഷ്ട്ര തലവന്മാർ ഈ ഘട്ടത്തിൽ, ഈ ആക്രമണത്തിന് പിന്നാലെ ഈ നടപടിയോട് ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ? US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രതികരണം മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ വിഷയം അല്ലെങ്കിൽ ഈ തർക്കം, ഈ സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിക്കാൻ കഴിയും എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ US പ്രസിഡന്റ് പറയുന്നത്. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു തർക്കമാണിത്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ തർക്കമാണിത്. ഇത് എത്രയും പെട്ടെന്ന് അവസാനിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ US പ്രസിഡന്റ് പങ്കുവച്ചിട്ടുള്ളത്. ഈ ആദ്യം വന്നിരിക്കുന്ന പ്രതികരണം US പ്രസിഡന്റ് മാത്രമാണ്. കാരണം അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയാത്ത രീതിയിൽ പ്രതികരിച്ചുകൊണ്ടേയിരിക്കലാണ് നമ്മളെപ്പോഴും കാണാറുള്ളത്. സൈനിക ശക്തിയിൽ അത്രയേറെ താഴെയാണ്, സാമ്പത്തിക ശേഷിയിൽ അത്രയേറെ താഴെയാണ്, സംഘടനാ ശക്തിയിൽ താഴെയാണ്. അങ്ങനെ എല്ലാ തരത്തിലും തകർന്നിരിക്കുന്ന ഒരു രാഷ്ട്രം വീണ്ടും വീണ്ടും ഇന്ത്യ എന്ന രാഷ്ട്രത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അതല്ലേ, അവരൊട്ടും പിന്നോട്ട് പോകില്ല എന്നതല്ലേ? ആ രാജ്യത്തിൻ്റെ ഒരു നയം തന്നെ അതാണ്. ഇന്ത്യയെ തകർക്കാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ യാതൊരു തരത്തിലും മറ്റ് ആഭ്യന്തരമായി ആ രാജ്യത്തെ മെച്ചപ്പെടുത്തുന്നു എന്നുള്ള ഒരു നടപടികളും അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. ഒരുപാട് രാഷ്ട്രങ്ങൾ ഈ പാകിസ്ഥാനൊപ്പം തന്നെ ഉണ്ടായിട്ടുള്ളത് വലിയ പുരോഗതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. ഗൾഫൊക്കെ സമ്പന്നതയുടെ അതിൻ്റെ ഏറ്റവും ഉന്നത ഘട്ടങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ പാകിസ്ഥാനെ പോലൊരു രാജ്യം ദാരിദ്ര്യം നേരിടുന്നു എന്നുള്ളത് തന്നെ ഇതിലെ ഒരു വ്യത്യാസമാണ്. അതായത് പാകിസ്ഥാൻ ഭരിച്ചിരുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിൽ നിന്നും ഒരു
ഒരു പട്ടാള ഭരണത്തിലേക്ക് മാറുന്ന, പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരുന്ന ഒരു രാജ്യമായി ഒരു രാജ്യം അധപ്പതിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പട്ടാളമാണ് അവിടെ എല്ലാം തീരുമാനിക്കുന്നത്, അല്ലാതെ ജനാധിപത്യ ഭരണകൂടമല്ല. ഈ ഷബാസ് ഷെരീഫ് പോലും കഴിഞ്ഞ ദിവസം പോയി ISIയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയിട്ടാണ് എന്താണ് നടക്കുന്നതെന്നുള്ള സൈനിക ബ്രീഫിംഗ് നേടുന്നത്. നേരെ തിരിച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാനാണ് സേനാ മേധാവികൾ വരുന്നത്. അവിടെ ISIയുടെ കേന്ദ്രത്തിലേക്ക് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പോകുന്ന ഒരു ഗതികെട്ട കാഴ്ചയാണ് നമ്മൾ പാകിസ്ഥാനിൽ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയ നേതൃത്വത്തെ നിയന്ത്രിക്കുന്നത് ഈ പട്ടാളമാണ്, അല്ലെങ്കിൽ കോർ കമാൻഡേഴ്സ് എന്ന് പറയും. ഈ പാക് സൈന്യത്തിൻ്റെ ഓരോ കോറും നയിക്കുന്ന കോർ കമാൻഡേഴ്സാണ് പാകിസ്ഥാനെ നിയന്ത്രിക്കുന്നത്. ക്രോർ കമാൻഡേഴ്സ് എന്നൊരു വിളിപ്പേർ കൂടി അവർക്കുണ്ട്. അതായത് പണം മുഴുക്കെ മുക്കി അടിച്ചു മാറ്റുന്ന ക്രോർ, അല്ലെങ്കിൽ കോടി എന്നുള്ള അർത്ഥത്തിൽ ക്രോർ കമാൻഡേഴ്സ് എന്നുള്ളൊരു വിളിപ്പേർ കൂടി പാകിസ്ഥാൻ്റെ ഈ സൈനിക കമാൻഡർമാർക്കുണ്ട്. ഇവർക്കൊക്കെ വിദേശത്ത് വലിയ വീടുകളും ഇവരുടെ കുടുംബമൊക്കെ വിദേശത്തുമാണ് താമസിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പാകിസ്ഥാനിലെ ആഭ്യന്തര യുദ്ധത്തിൽ സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ഈ സൈനിക മേധാവിമാരുടെയൊക്കെ കുടുംബം വിദേശത്താണ് എന്നുള്ളതാണ്. അസീം മുനീറിൻ്റെ ഭാര്യ പോലും ലണ്ടനിലേക്ക് പോയി എന്നുള്ളൊരു വാർത്ത അടുത്തിടെ പ്രചരിച്ചിരുന്നു. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രത്യാക്രമണം തുടരുകയാണെങ്കിൽ എത്രത്തോളം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്.